അർജുൻ റെഡ്ഡിയെയും കബീർ സിംഗിനെയും വർമ്മയെയും ഒക്കെ അനുകരിച്ച് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു പുതിയൊരു അവതാരം സിദ്ധാർത്ഥ് റോയ്. ഓപ്പണിംഗ് സീനിൽ തന്നെ ഒരു റേഞ്ച് റോവർ കാർ മാസ് കാണിക്കാൻ 2 സിഗരറ്റും കത്തിച്ച് കാറിനകത്ത് മൊത്തം സ്മോക്കും നിറച്ച് സ്ലോ മോഷനിൽ വന്നിറങ്ങിയൊരു നിൽപ്പുണ്ട്. നമ്മളിപ്പോൾ കാണാൻ വരുന്ന ആള് വലിയ കാശാരനാ. നീ ഇച്ചിരി ബഹുമാനത്തിലൊക്കെ നിൽക്കണേ. അതും കഴിഞ്ഞ് നായികയായ ഇന്ദുവിനെ ഇന്ദു എന്ന് നിലവിളിച്ച് ഗേറ്റിലേക്ക് ഒരാഞ്ഞ് ചവിട്ടും. ഈ അമ്മോനെ സാധാരണ ഗേറ്റാണ് മറിഞ്ഞു വീഴുന്നതെങ്കിൽ ഇവിടെ നായകന്റെ മാസ് കാണിക്കാൻ മതിലടക്കം മറിഞ്ഞു വീഴുകയാണ്. അവിടെ നിന്ന് വീടിനകത്ത് കയറി നായികയായ ഇന്ദുവിൻ്റെ പേര് നിലവിളിച്ച് വീടിനകത്തെ സാധനങ്ങൾ മുഴുവൻ അടിച്ചും പൊട്ടിച്ച് അവിടെ നിന്ന് ലേഡീസ് ഹോസ്റ്റലിലാണ് ഇന്ദു എന്നറിഞ്ഞ് അണ്ണൻ അങ്ങോട്ടൊരു പോക്കുണ്ട്. അവിടെ ചെന്ന് അവിടെയുള്ള സെക്യൂരിറ്റികളെയൊക്കെ അടിച്ചിടുമ്പോഴും അണ്ണൻ്റെ വായിന്ന് ഒറ്റ ഡയലോഗ് മാത്രം. പടം ത്രൂ ഔട്ട് ഈ ഒരു പേരും പിടിച്ചാണ് അണ്ണൻ അർജുൻ റെഡ്ഡി കളിക്കാൻ വന്നിരിക്കുന്നത്. അങ്ങനെ കഷ്ടപ്പെട്ട് ഇന്ദുവിന്റെ മുൻപിലെത്തി ഇന്ദുവിന്റെ അടിയും കൊണ്ട് ബോധം കെട്ട് കിടക്കുന്ന നായകൻ. അപ്പൊ എന്താണെന്ന് വെച്ചാ ഇവിടെ ഭയങ്കര പൊന്നിച്ചിട്ട് ശല്യം. ഞാൻ പോട്ടെ. ഇനി ഫ്ലാഷ് ബാക്ക് ആണ്. റോയ് അണ്ണൻ പഠിക്കുന്ന കോളേജിൽ ന്യൂ ജോയിനായി വരുന്ന നായിക. അവിടെ അണ്ണന്റെ ചില കുസൃതികളും ആറ്റിറ്റ്യൂഡുകളും അണ്ണൻ മാസാണെന്ന് കാണിക്കാൻ ക്ലാസ്സിൽ തോന്നുമ്പോൾ വരിക, ലെക്ചർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ക്ലാസ് പകുതിയിൽ നിർത്തിപ്പോവുക, ഏതെങ്കിലും പ്രൊഫസർ പിടിച്ചാൽ അണ്ണൻ ജീനിയസ് കൂടിയാണെന്ന് കാണിക്കാൻ 3 ഇഡിയറ്റ്സിലെ അമീർ ഖാനെയും നൻപനിലെ വിജയ് അണ്ണനും ലെക്ചറെ വായടപ്പിച്ച പോലെ എന്തേലും വായിൽ തോന്നിയത് പറഞ്ഞിട്ട് പോകുന്ന നായകൻ. അതും കണ്ട് വായും പിളർന്നിരിക്കുന്ന നായിക. വാവ്, സ്വാഭാവികം. ഇതിനിടയ്ക്ക് നായികയുടെ തൊട്ടടുത്തിരിക്കുന്നവൾ ഹീസ് ജീനിയസ് ദാൻ ഐൻസ്റ്റീൻ എന്ന്. അതും കൂടെ കേട്ടതോടെ നമ്മുടെ നായിക ഫ്ലാറ്റ്. ഇതേ സമയം നായകൻ്റെ വീട്ടിൽ സിദ്ധാർത്ഥ് അണ്ണൻ്റെ അമ്മ ഒരു ഫ്ലാഷ് ബാക്ക് കഥ പറയും. മോനിങ്ങനെ ആയിപ്പോയതിന്. പുള്ളിക്കാരൻ്റെ അച്ഛൻ ഒരു സ്കൂൾ ടീച്ചറായതുകൊണ്ട് വീട്ടിലൊരു ലൈബ്രറി ഉണ്ടായിരുന്നു. ആ ബുക്കെല്ലാം വായിച്ച് നായകൻ കൂടുതൽ ലോജിക്കലായി ചിന്തിക്കാൻ തുടങ്ങിയെന്ന്. ചുരുക്കി പറഞ്ഞാൽ വായിച്ച് വട്ടനായി എന്ന്. വട്ടെന്ന് പറഞ്ഞാൽ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന പെൺകുട്ടികളോടും കുട്ടികളോടും സിസർ ലൈറ്റർ ഉണ്ടോ എന്ന് ചോദിക്കുക, ലവ് പ്രപ്പോസ് ചെയ്യാൻ വരുന്ന പെൺകുട്ടിയോട് ഫിസിക്കലി സെക്സ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുക. ഇതെല്ലാം കണ്ട് ആൻസൈറ്റി കൂടി നായകനെ ഫോളോ ചെയ്യുന്ന നായികയെ. ഇതിനിടയ്ക്ക് പ്രസന്റ് കാണിക്കുന്നു. നായകൻ ബോധം വന്ന് എവിടെയെങ്കിലും പോയി ഇന്ദുവിനെ തിരയുന്നു, തല്ലുകൊള്ളുന്നു, വരുന്നു. വീണ്ടും ഫ്ലാഷ് ബാക്കിലോട്ട്. കോളേജിൽ ഒരു ഇന്റർനാഷണൽ ക്വിസ് കോമ്പറ്റീഷൻ വരുന്നു. കോളേജ് പ്രിൻസി വന്ന് റോയ് അണ്ണനോട് പങ്കെടുക്കാൻ പറയുന്നു. റോയ് അണ്ണനും തൻ്റെ കഴിവ് തെളിയിക്കാൻ പോകുന്നു. അപ്പോഴാണ് ട്വിസ്റ്റ്. നായികയും ആ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നു. റോയ് അണ്ണനെ തോൽപ്പിക്കുന്നു. നായിക റോക്സ്, റോയ് അണ്ണൻ ഷോക്സ്. ക്യാമ്പസ് മൊത്തം നായികയെ പുകഴ്ത്തിപ്പാടുന്നു. അങ്ങനെ അത്രയും നേരം ത്രൂ ഔട്ട് പടത്തിൽ ലോജിക്കലായി ചിന്തിച്ച് നടന്ന റോയ് അണ്ണന് നായികയോട് ദേഷ്യമായി, ഈഗോ ഹേർട്ടാകുന്നു, പിന്നെ തിരിച്ചറിവാകുന്നു, കരച്ചിലായി, കണ്ണീരായി. അതും കഴിഞ്ഞ് റിയാലിറ്റി മനസ്സിലാക്കി റോയ് അണ്ണൻ താടിയും പഠിച്ച് ട്രാൻസ്ഫോർമേഷനും നടത്തി കോളേജിലേക്ക് വരുന്നു. പിന്നെ പാട്ടായി, പ്രണയമായി, ബൈക്ക് റൈഡ്, മഴ തുടങ്ങിയ കലാപരിപാടികൾ. അങ്ങനെ എന്തും ഓവർ എക്സെൻട്രിക്കായി ചെയ്യുന്ന നമ്മുടെ നായകൻ ഒരിക്കൽ പബ്ലിക്കിൽ വെച്ച് നായികയെ ഉമ്മ വയ്ക്കാൻ ചാൻസ് കിട്ടുന്നു. അണ്ണൻ അതും ഓവറാക്കി ചളമാക്കി നശിപ്പിക്കുന്നു. തുടക്കം മുതൽ കാണാൻ പറ്റി. നായിക ഉയർഭയം കൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. എന്താണ്? അണ്ണനെ തല്ലുകൊള്ളിത്തരമെല്ലാം കാണിക്കുന്നത് അണ്ണന് മെന്റൽ പ്രോബ്ലം ഉള്ളത് കൊണ്ടാണെന്ന് ഒരു സൈക്യാട്രിക് ഡോക്ടർ പറയുന്നു. അങ്ങനെ അണ്ണന് മറവി രോഗവും വന്ന് വഴിയെ പോണവരെയും തല്ലി ഇന്ദുവിൻ്റെ പേരും വിളിച്ച് റോഡിലൂടെ നടക്കുമ്പോൾ ഏതൊരു വണ്ടിയടിച്ച് അണ്ണൻ റോഡിൽ കിടന്ന് സ്പോട്ടിൽ മരിക്കുന്നു. ശുഭം. പക്ഷേ ശരിക്കും ഞെട്ടിയത് ഇൻസ്പയർഡ് ബൈ എ ട്രൂ സ്റ്റോറി എന്നും പറഞ്ഞ് ഒരാളുടെ ഫോട്ടോ കാണിച്ചപ്പോഴാണ്.